ബറാത്തിൻ്റെ രാവ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. 3 യാസീന് ഓതണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് വീട്ടുകാരെ കൊണ്ടൊക്കെ ഓതിപ്പിക്കണം. ബറാത്തിൻ്റെ നോമ്പ് നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും നോൽക്കണം. അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ പറഞ്ഞു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിൻ്റെ ശഅബാൻ 15ൻ്റെ രാവ്, ഫഖൂമു ലൈലഹാ, ആ രാവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. വസൂമു യൗമഹാ, അതിൻ്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കണേ. കാരണം ഫഇന്നല്ലാഹ തആല യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇല സമാഇ ദുനിയ, ആ രാവിലെ മഗ്രിബിൻ്റെ ബാങ്ക് അങ്ങോട്ട് കൊടുക്കലോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞത് ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയും പരിഗണനയുമൊക്കെ ഇങ്ങോട്ട് ഭൂവാസികളിലേക്ക് ഇങ്ങോട്ട് വരും. എന്നിട്ട് റബ്ബ് പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറ ലഹു, ഇന്ന് എന്നോട് പൊറുക്കലിനെ തേടുന്ന ആളുകളൊന്നുമില്ലേ? പൊറുക്കലിനെ ചോദിച്ചോളൂ മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ കാത്തു നിൽക്കുകയാണ്. അതാണ് ആ രാവിൻ്റെ പ്രത്യേകത. എങ്ങനെയാണെന്ന് നമ്മൾ ഓർക്കും. ഇന്നോട് നിങ്ങൾ ചെയ്തു പോയ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എന്നോട് പടച്ചോനെ പറ്റിപ്പോയി പുറത്തുനിന്ന് പറഞ്ഞോലെ ആരുമില്ലേ മക്കളെ എൻ്റെ കൂട്ടത്തിൽ, നിങ്ങളെ കൂട്ടത്തിൽ? ചോദിച്ചോളി, ഞങ്ങൾക്ക് പുറത്തു തരാം. ഇങ്ങനെ പൊറപ്പിച്ച തെറ്റുകൾ കാണുമോ മരിക്കുമ്പോൾ? അത് കാണൂല. ഇങ്ങനെ റബ്ബിനോട് തൗബ ചെയ്ത് പൊറപ്പിച്ച തെറ്റുകൾ അവിടെ കാണുമോ? കാണൂല. അലാ മുസ്തർസിഖിൻ ഫഅർസുഖഹു, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പലതുമില്ലേ? അതൊക്കെ ചോദിക്കണോലില്ലേ? ചോദിച്ചോളി, ഞാനത് തരാം. അലാ മുബ്തലൻ ഫആഫിയഹു, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരില്ലേ നിങ്ങളെ കൂട്ടത്തിൽ? അതിനൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ നിങ്ങളെ കൂട്ടത്തിൽ? ചോദിച്ചോളി, ഞാൻ പരിഹരിച്ചു തരാം. ഇത് അല്ലാഹു തആല ലൈലത്തുൽ ബറായിൽ പറയുമെന്ന് മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ രാവ് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിൻ്റെ പകൽ നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ കിട്ടി. ഇനി ഇങ്ങനെ വാട്സപ്പിലൂടെ ഇങ്ങനെ വരും. എന്ത് നോമ്പ്? ആര് നോമ്പ്? അല്ലാഹുവിൻ്റെ റസൂൽ നോമ്പ് പറ്റണോ? അവിടെ നോറ്റണോ? ഇവിടെ നോറ്റണോ? മൂല്യന്മാർ ഓരോന്നുണ്ടാക്കണം, പുരോഹിതന്മാരോ, ഇങ്ങനെ അത് നമ്മൾ കേൾക്കും ചെയ്യും. എന്തൊക്കെ നന്മകളുണ്ടോ അത് മുഴുവനും ഊതിക്കെടുത്താനാണ് ഇവിടെയുള്ള ബിദ്അത്ത് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെല്ലാം ഖൈറാത്തുകളുണ്ടോ അത് മുഴുവനും ഊതിക്കെടുത്താനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ. അത് നമ്മൾ ആദ്യമേ അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ എന്നെ പ്രശ്നമൊന്നുമില്ല. അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് വാട്സപ്പിലൊക്കെ വരും 3 യാസീൻ എന്തിനാ ഓതേണ്ടത്, അതേപ്രകാരം ബറാത്തിൻ്റെ രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടതൊക്കെ ഇഷ്ടം പോലെ വരും. ഇതുകൊണ്ട് ഉപകാരമുണ്ട് ഉപദ്രവം ഉണ്ടല്ലേ? ഉപകാരത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെ നോക്കിയിട്ട് അന്നത്തെ രാവ് എന്തായാലും ഉപയോഗപ്പെടുത്തുക. അന്ന് ഇനി വെള്ളിയാഴ്ച ബറാത്തിൻ്റെ രാവിലെ വെറുതെ ഒരാൾ ഹോട്ടലിലേക്ക് വിളിച്ചാലും പോകരുത്. അവിടെ പോയാൽ എന്തേ, അവിടുന്ന് പള്ളറച്ച് കോയി മറ്റൊന്നും തിന്നാണ്ട് പിന്നെ നമ്മുടെ ശരീരം വഴങ്ങി കിട്ടൂല. അതാണ് ഖലാ ഉൽ ബത്തുനി എന്ന് നമ്മൾ പറഞ്ഞത്. പള്ള കാലിയായി നിൽക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ശരീരത്തെ കിട്ടുള്ളൂ. വയറ് ഖാലിയായി നിൽക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ശരീരത്തെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. നമ്മളറിയാതെ ഉറങ്ങിപ്പോവും. ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് തസ്ബീമാല കയ്യിൽ പിടിച്ച് കസാലയിൽ ഇരുന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒരു സംഗതി ഓർമ്മയില്ല. ഇങ്ങനെ ആയിപ്പോകും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ രാവ് ഉപയോഗപ്പെടുത്തി നല്ലവണ്ണം ദുആ ചെയ്ത് പകലിൽ നോമ്പെടുത്ത് ഈ ബറാഅത്തിൻ്റെ രാവിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.